അസ്സലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് ആലോചിച്ചിട്ട് ചിരി വരികയാണ്. കാരണം ഒരു കാലത്ത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് സംഘപരിവാർ ആക്രമണങ്ങൾ അയച്ചുവിട്ടിരുന്നു പല സ്ഥലത്തിലും മതപരമായിട്ട്. ഇന്ന് സംഘപരിവാരുടെ കയ്യിൽ എന്തെല്ലാം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ അതേ ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല. വർഗീയത കൊണ്ട് മാത്രം അവരെല്ലാം അഴിഞ്ഞാടാൻ പറ്റും. അവരുടെ കയ്യിൽ കൃത്യമായിട്ട് ഭരണം കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? ആദ്യം കോൺഗ്രസിന്റെ തലക്കടിച്ച് അവിടെ ഇരുത്തി, അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ ഈ ഒരു പ്രവർത്തനത്തിന് കൈയടിക്കുക തന്നെ ചെയ്യും. അതിലൊരു മാറ്റവുമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം എങ്ങനെ എന്ത് ചെയ്യണം. ഇപ്പോൾ ജനാധിപത്യത്തിന്റെ രീതിയിൽ ഒരു സമരം പോലും ചെയ്യാൻ പറ്റുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യയിലകത്ത് തൊട്ടതിനും പിടിച്ചതിനെല്ലാം സമരം ചെയ്ത ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. ആ ഇന്ത്യയിലിപ്പോൾ മാറി ചെറിയൊരു സമരം ചെയ്തപ്പോലും വലിയ രീതിയിൽ അവരെ ആക്രമിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും കുറേ ആളുകൾ ഫേസ്ബുക്കിൽ വന്ന് കമന്റ് അടിച്ച് കൈയടിക്കുന്നു. നാളെ ഇവരുടെ സ്വാതന്ത്ര്യം വരെ നഷ്ടപ്പെടുന്നുള്ള ചിന്ത പോലും ഇവർക്കില്ല. ഇപ്പോൾ ഈ പാറ്റ ടീമിനെ അടിച്ചൊതുക്കിയത് പോലീസുകാരായാലും ജവാന്മാരായാലും അവരുടെ ബാച്ചിൽ പേര് പോലും ഇല്ല. ഒന്നാലോചിച്ച് നോക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഈ യുവാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനാളെ തിരിച്ചറിയരുത് പറഞ്ഞിട്ട് മുഖം കണ്ടാൽ പോലും പേരറിയില്ലല്ലോ. കൂട്ടത്തോടു കൂടി എല്ലാവരും കൂടെ ചേർന്ന് ആക്രമണം ഉണ്ടായി അങ്ങനെ ആൾ മരണപ്പെട്ടാണെന്നുള്ളത് വരുത്താൻ വേണ്ടി ഒരാൾ പോലും ഇതിൻ്റെ അകത്ത് ഒരു ഉദ്യോഗസ്ഥൻ പോലും പെട്ടുപോകുന്നതുകൊണ്ട് വളരെ പ്ലാനായിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കണം. അതാണ് സംഘപരിവാർ. അവരുടെ ഭരണം അങ്ങനെയാണ്. ഇതൊന്നും കോൺഗ്രസ്സുകാർ തലക്കുത്തി നിന്നാൽ പോലും കഴിയില്ല. ഇനി ചെയ്തു കോൺഗ്രസ്സുകാർ ഭരണം എടുത്തു വെച്ചു, എന്താ സംഭവിക്കുക? അതായത് ഒരു ശക്തിയുമില്ലാത്ത സമയത്ത് തന്നെ ഇവർ വളരെ അധികം അഴിഞ്ഞാടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഒരുപാട് വളർന്നു, ഒരുപാട് മനുഷ്യരിലേക്ക് ഈ സംഘപരിവാർ ആശയം വന്നു കഴിഞ്ഞു. ഇനി ഏതെങ്കിലും രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൂട്ടിക്കളയും. അതിൽ ഒരു മാറ്റവുമില്ല പ്രിയ സുഹൃത്തുക്കളെ. അത്രയ്ക്കും ഒരു കഴിവാണ് അവർക്കുള്ളത്. അതിന് നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. അതിനിപ്പോ എന്നെ നാല് തെറി വിളിച്ചാൽ എനിക്ക് വിഷയമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭരണങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാരെ ഭരിക്കരുത്. അതിൽ ഒരു മാറ്റവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കുട്ടികൾ കഷ്ടപ്പെട്ട് രാവും പകലും എഴുതിയ ഈ പരീക്ഷയിൽ അഴിമതിയാണ് കാണിച്ചിരിക്കുന്നത്. പ്രതിരോധിക്കാനും അതിനെതിരെ സമരം ചെയ്യാനും ഇറങ്ങിയ ചെറുപ്പക്കാരെ തീവ്രവാദികൾ എന്ന് വിളിക്കുകയാണ്, പാകിസ്ഥാന്റെ ആളുകളാണെന്ന് പറയുകയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് ജിഹാദികളാണ് കളിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ ഇവർക്ക് പറയാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ കാണുന്നത് പ്രിയ സുഹൃത്തുക്കളെ. അത് അവരുടെ കഴിവ് തന്നെയാണ്. കാരണം അന്ന് ചെയ്ത ഒരുപാട് അക്രമങ്ങൾക്കെല്ലാം പൊടി പിടിച്ച കോൺഗ്രസ്സുകാർക്ക് ഇന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഈ ഒരു ഭരണം പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെയാണ്. ഒരാളെ പോലും വിട്ടില്ല. എല്ലാവരുടെ ഫോൺ കോളും അവർ റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് പണി 8 നിലയിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ പാർട്ടിയിൽ ഒന്നാ ചേരുക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒതുങ്ങിയിരുന്നുള്ള എന്തെങ്കിലും കളി കളിച്ച് അടപടല ഞങ്ങൾ പൂട്ടിയിരിക്കും എന്നാണ് പ്രിയ സുഹൃത്തുക്കളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സംഘപരിവാർ ഭരണം. എന്തായാലും ഇനി അങ്ങോട്ട് വളരെ മോശപ്പെട്ട സ്ഥിതിയായിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപ പോലും കയ്യിൽ നിന്ന് വേറൊരു സുഹൃത്തിന് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എല്ലാം ബാങ്ക് വഴി കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ബാങ്കിലൂടെ വരുന്ന 1 രൂപയാണെങ്കിലും ശരി അതിന് GST ഉൾപ്പെടെ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതൊന്നും ഒരാൾക്കും പ്രശ്നമില്ല. എല്ലാവരും കയ്യെട്ടിക്കുകയാണ്. ഇതിന്റെ ഭവിഷ്യത്വം എന്താണെന്ന് ഭാവിയിൽ നമുക്ക് പതിയെ മനസ്സിലാവുള്ളൂ. ഓരോ ആൾക്കാർക്കും ഇത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതിപ്പോഴല്ല, പതിയെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷം എന്നൊരു സംഭവം ഇല്ലെങ്കിൽ അത് ഏത് ഭരണകക്ഷിയായാലും ശരി വളരെ ദോഷമായി മാറും. കാരണം എന്ത് അഴിമതിയും കാണിച്ചാലും വിഷയമല്ല എന്നുള്ളത് വരും. ഏത് രീതിയിലും സമരക്കാരെ അടിച്ചമർത്താന്നുള്ള ചിന്ത വരും. എന്നാലിച്ച് നോക്കാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജനാധിപത്യം രാജ്യത്ത് എന്തായിരിക്കും അവസ്ഥ എന്ന് പിന്നെ നമുക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല. പല ഇസ്ലാം രാജ്യത്തും അങ്ങനെയാണ്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ, അപ്പം നിങ്ങൾ കമന്റിൽ പറയുക, ഈ CJP എന്ന് പറയുന്ന ഈ പാറ്റ പാർട്ടി എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നു, എന്തുകൊണ്ട് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കമന്റിൽ പറയാം. ഞാനിവിടെ എൻ്റെ അഭിപ്രായം മാത്രമാണ് പ്രിയ സുഹൃത്തുക്കൾ പറഞ്ഞത്. ഞാൻ ഇന്നും പറയാം, ഈ ഭരണ അധികാരികൾക്ക് ഞാൻ കൈയടിക്കുകയേ ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭരിക്കാൻ അറിയാം. എതിരാളികളെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ പ്ലാനും അവരുടെ കയ്യിലുണ്ട്. 50 വർഷത്തേക്ക് ഇന്ത്യൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ കാണിച്ചു തന്നു. അപ്പോൾ കമന്റിൽ പറയുക.